നമസ്കാരം. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്നത് അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരിക ശരീരത്തിന്റെ പെയിനിനെ കുറിച്ചിട്ടാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലം നിലത്ത് കുത്താൻ വയ്യാത്ത ഒരവസ്ഥ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും മാറാത്ത ഒരു പെയിൻ, നടുവേദന, ചെസ്റ്റിന്റെ പുറകിലൊക്കെ ഉള്ള ഒരു പെയിൻ, തൊറാസിക് പെയിൻ എന്ന് പറയും, കൈകാലിലെ അതുപോലെ മുട്ടുകളിലെ ഒരു തേയ്മാനം. ഇതിനെല്ലാം നമ്മൾ പലതരത്തിലുള്ള ഓയിൻമെന്റുകൾ പുരട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. ആയുർവേദത്തിൽ ഇതിന് വളരെ വളരെ ലളിതവുമായിട്ടും അതുപോലെ തന്നെ അതിശക്തവുമായിട്ടുള്ള ഒരു ചികിത്സ, അധികം ആരും പറയാത്ത ഒരു ചികിത്സയുമാണത്. അതാണ് ശരിക്കും മാത്രാവസ്ഥ. എന്താണ് മാത്രാവസ്ഥയെന്നും അതെങ്ങനെയാണ് നമ്മളുടെ ജീവിതം മാറ്റാൻ പോകുന്നതെന്നും ഇന്ന് നമ്മൾ വിശദമായി ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടും. എന്താണ് മാത്രാവസ്ഥ? പലരും ബസ്തി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണോ എന്നൊക്കെ കരുതും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം, അതുപോലെ തന്നെ പഥ്യം പാലിക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുക. എന്നാൽ മാത്രാവസ്ഥ അങ്ങനെയല്ല. ഇത് വസ്തു ചികിത്സയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വകഭേദമുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. മാത്രം എന്നാൽ ചെറിയ അളവ്, കുറഞ്ഞ അളവിൽ ഔഷധ തൈലങ്ങൾ നമ്മുടെ ആനസ് റീജിയനിലൂടെ, ഗുദമാർഗത്തിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് എനിമ കൊടുക്കുന്ന പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗുദമാർഗം തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ കേന്ദ്രം, സെൻറ്റർ എന്ന് പറയുന്നത് വൻകുടലാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, വേരുകൾക്ക്, അതായത് ഒരു ചെടിയുടെ വേരുകൾ നനയുമ്പോൾ ആ മരം മുഴുവൻ വളരാം അല്ലേ? അതുപോലെ തന്നെയാണ് വൻകുടലിലൂടെ നൽകുന്ന ഈ ഒരു മെഡിക്കേഷൻ ശരീരത്തിലെ ഓരോ സെൽസിലും, കോശങ്ങളിലും എത്തും. ഇത് രക്തത്തിലൂടെ അബ്സോർബ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നാഡീവ്യൂഹത്തെ, നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് മാത്രാവസ്ഥ ഇത്രയും പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇതൊരു വലിയ വാദശമന ചികിത്സയാണ്. സന്ധിവേദന, നടുവേദന, ജോയിൻറ്റ് പെയിൻസ്, ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഇതൊരു മികച്ച ഫലം നൽകുന്നത്. രണ്ടാമതായി ഇത് ശരീരത്തിന് ബലം നൽകുന്നു. ജിമ്മിൽ പോകുന്നവർ, അമിതമായി ജോലി ചെയ്യുന്നവർ, ശരീരം മെലിഞ്ഞ ആളുകൾ, ഇവർക്കെല്ലാം തന്നെ ഇത് ചെയ്യുന്നത് ഉത്തമമാണ്. മൂന്നാമതായി നമ്മുടെ ഡൈജഷൻ, ദഹനത്തിൻ്റെ ആരോഗ്യം, മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ എന്നിവ മാറ്റാനായിട്ട് മാത്രാവസ്ഥ ഹെൽപ്പ് ചെയ്യും. സ്ത്രീകൾക്ക് ഈ ആർത്തവ സമയത്തുള്ള കഠിനമായിട്ടുള്ള പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മാത്രാവസ്ഥ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ശരീരത്തിൻ്റെ തളർച്ചയും ഓർമ്മക്കുറവ് തടയാനും ഇത് വളരെയധികം സഹായിക്കും. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു ബേസിക്കലി ഒരു ഹോസ്പിറ്റൽ പ്രൊസീജിയർ ആണെങ്കിലും നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അണ്ടർ ഗൈഡൻസിൽ നമുക്ക് നമ്മുടെ ക്ലിനിക്കുകളിൽ പോലും ഇത് ചെയ്യാൻ പറ്റും, വീടുകളിൽ ഇത് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട സമയം വയറ്റിൽ അധികം ആഹാരമില്ലാത്ത പകൽ സമയത്ത് ഉച്ച നേരത്താണ് ഇത് ചെയ്യുന്നത് ഉചിതം. ആദ്യം കുറച്ച് തൈലം അടിവയറ്റിലും നട്ടിലിനും ഒക്കെ നമ്മൾ ലേപമായിട്ട് പുരട്ടും. അതിനുശേഷം ഒരു ലൈറ്റായിട്ട് ചെറിയ ഒരു മസാജ് ചെയ്യുക. ചെറിയ ചൂടുവെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം ചെരിഞ്ഞ് കിടത്തി നമ്മൾ ഇടത്ത് കൈ തലയ്ക്ക് വെച്ചിട്ട് വലതുകാലം കൊണ്ട് കൈകാലും മടക്കി വെക്കും. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് എത്രയാണോ മാത്ര, എത്ര മില്ലിയാണോ ഉദ്ദേശിക്കുക, ചിലപ്പോൾ 20 ആവാം, 30 ആവാം, 50 ആവാം, 60 ആവാം, 75 ആവാം, ഈ ഒരു ഔഷധ തൈലം സാവധാനം ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും അല്ലെങ്കിൽ കടത്തി വിടും. ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്പനേരം നേരെ കിടക്കും, കാൽപാദങ്ങളിൽ ലഘുവായി തട്ടും. എണ്ണ ഉള്ളിൽ ഇത് ഒന്ന് വർക്കാവാൻ അല്ലെങ്കിൽ എണ്ണ ഉള്ളിൽ പിടിക്കാനായിട്ട് ഇതൊന്ന് സഹായിക്കും. ഇത് തൈലം എത്ര നേരം ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നുവോ അത്രയും നേരം ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇതിനൊരു പ്രിക്കോഷൻസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, മാത്രാവസ്ഥ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: കടുത്ത പനി, വയറിളക്കം, അപകടകരമായിട്ടുള്ള പൈൽസ്, ഫിസ്റ്റുല പോലുള്ള വിഷയങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ ഇത് ചെയ്യാൻ നമ്മൾ പറയരുത്. ഉപയോഗിക്കുന്ന തൈലം നിങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് ധാന്യം തൈലമോ സഹജരാതിയോ ക്ഷീരവരയോ എടുക്കാം, ഡോക്ടറെ യുക്തം പോലെ. ഇത് ഡോക്ടറുടെ ഒരു അഭിപ്രായം നേടാൻ മറക്കാതിരിക്കുക. ശരിക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് മാത്രാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യത്തോടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അതും ഇന്ന് ഇൻഷുറൻസ് കമ്പനിയും ഒരുപാടൊക്കെ വലിയ കമ്പനികൾ
ആശുപത്രികളെ ഇൻവെസ്റ്റ് ചെയ്തവർ വിലക്കെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആയുർവേദം വളരെ വളരെ ബെസ്റ്റാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ താഴെ നിങ്ങൾക്ക് ഞങ്ങളുമായി കണക്ട് ചെയ്യാനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.